അപ്പോൾ ഒന്ന് ക്യാമറ കാണിച്ചോട്ടെ. ആ എയർ ബബിൾ ഇതാ, ഒന്ന് ക്യാമറയിൽ ഇത് ശരിക്കും സൂക്ഷിച്ചു നോക്കി. ഞാൻ ഒന്നും കൂടെ കാണിച്ചത് ഈ എയർ ബബിൾ കണ്ട. ഹലോ, ഹായ്, ഞാൻ ഷമീം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ മൂന്നാറിലുള്ള പറക്കാട്ട് റിസോർട്ടിൽ വെച്ചിട്ട് ഒരു ചിക്കൻ മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. അത് ചിലപ്പോൾ അപ്ലോഡ് ആക്കുന്നതിൽ കുറച്ച് എറേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ചിലപ്പോൾ ഈ വീഡിയോ എഡിറ്റിങ്ങിന് മുന്നേ തന്നെ ചിലപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ടാവും. എന്നാൽ അതിന് ശേഷമുള്ള എപ്പിസോഡാണ് നമ്മൾ ചോക്ലേറ്റ് മൂസ്. നോമ്പിന് മുമ്പുള്ള സ്നാക്സ്, ഇനിയുള്ള റെസിപ്പീസൊക്കെ സ്നാക്സിൻ്റെ റെസിപ്പീസ് കയറും. പക്ഷെ നമുക്ക് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം അല്ലേ. അതിൽ ഈ മൂസിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഓവൻ ഇല്ല, അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡേഴ്സോ ജെലാറ്റിനോ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. സിമ്പിൾ, ഈസി, അടിപൊളി റെസിപ്പി. അപ്പോൾ ഇതിന് ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയതിലേക്ക് 120 ഗ്രാം ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതാ, അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റണം. എന്നുവെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് ഏകദേശം നമ്മളൊരു 150 ഗ്രാം. ഇത് 120 ആണെങ്കിൽ ചോക്ലേറ്റ് ഒരു 150 to 170 ഗ്രാം, 150 to 170 എടുക്കാം. അപ്പോൾ നമ്മളിത് മെൽട്ടായിട്ടുണ്ട്. ഞാനത് ഒരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ഡയറക്റ്റ്ലി ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഓവർ കുക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി പ്രൊസീജിയറിലേക്ക് നീങ്ങാം. ഞാൻ അടുത്തത് ഞാനിവിടെ എഗ്ഗ് വൈറ്റും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എഗ്ഗും എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് എടുത്തത്. അതിൽ വൈറ്റ് വേറെ, ഇത് വേറെ. അപ്പോൾ ഞാൻ വൈറ്റ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് ഇത് 70 ടോട്ടൽ എടുത്തിരിക്കുന്ന 70 ഗ്രാം ഷുഗർ പൊടിച്ചതാണ്, പൗഡേർഡ് ഷുഗറാണ്. ആ 70 ഗ്രാമിൽ നമ്മൾ 35 ഗ്രാമോളം, എന്നുവെച്ചാൽ പകുതിയോളം ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബീറ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം. അതല്ല പിന്നെ ബീറ്റ് ചെയ്യാതെ തന്നെ മിക്സ് ചെയ്ത് ഒന്നിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല ടെക്സ്ചറിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ആ ടെക്സ്ചർ തന്നെ കിട്ടണം. ഞാൻ അടുത്തത് ഞാനിതാ ഒരു സിംഗിൾ ഇടുന്നുണ്ട്. എഗ് യോക്ക്, പിന്നെ അതേപോലെ ഹാഫ് ഷുഗറില്ലേ, നമ്മൾ പകുതി എടുത്ത് വെച്ച ഷുഗർ, ആ ഷുഗർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക 4 എണ്ണം. ബാക്കി ഷുഗർ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ മാറ്റി വെക്കാണ്. മൂന്നാമത്തെ മിക്സിംഗ് ആണ്. അപ്പോൾ 3 മിക്സിംഗ് നമുക്ക് ഇതിലുള്ള. മൂന്നാമത്തത് നമ്മൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ടെ. അപ്പോൾ പിന്നെ ഇതാ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് ഓപ്ഷനിലാണ്. ഞാൻ എടുത്തത് ഇപ്പോൾ ഒരു ഹാഫ് കപ്പാണ്. ഹാഫ് കപ്പ് മാത്രമേ എടുത്തുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതുമായി. ഇനി പിന്നെ ഇതിൻ്റെ 3ൻ്റെ മിക്സിങ്ങും ഇതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതോടുകൂടി നമ്മൾ ഏകദേശം ഡിഷ് റെഡിയാവും. നമുക്ക് അതിനുള്ള ഇത് എടുത്തു വെക്കേണ്ട ബൗൾ എടുത്തു വെക്കാം. ഓക്കെ, ഇതാ ഞാൻ എഗ് വൈറ്റ് നമ്മുടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ജെലാറ്റിൻ ഇല്ല, ചൈന ഗ്രാസ് ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ മൂസ് ഉണ്ടാക്കാം. ഞാൻ മുമ്പൊരു മൂസ് കാണിച്ചിരുന്നു. അത് പിന്നെ എഗ് യോക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എഗ് യോക്കാണ് ഇനി ചേർക്കുന്നത്. ഇതിന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഇതാ. ഇപ്പോൾ 3 മിക്സിങ്ങും കൂടായി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മിക്സിങ് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇത് നമുക്ക് ആ ബൗളിലേക്ക്, നമുക്ക് സെറ്റ് ചെയ്യേണ്ട ബൗളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ബൗളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലാറ്റൻ ചെയ്യാം, ഫുള്ള് ലെവൽ ചെയ്യാം. ഇതിൽ നട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് നമ്മൾ ഇനി 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം നമുക്കൊന്ന് ഇതിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്ട്. ഇതിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഇതിന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ എപ്പിസോഡ് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നേ? വേറൊരാളും കൂടെ വന്നിന്. ആരാ വന്നിന്? ആ ഓക്കെ, ഇപ്പോൾ കഴിക്കാൻ പോകുന്ന സാധനം എന്താ? ഫുഡെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഓൻ അറിയില്ല. എന്താ കുക്ക് ചെയ്തൊന്നും അറിയില്ല. ആ ഡിഷ് കഴിക്കാം. എനിക്കറിയില്ല കേട്ടോ, കഴിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കഴിക്കോ? നോക്കിട്ട് എന്നാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഇത് പക്ക പ്ലെയിൻ സാധനമാണ്. മൂസ് എന്ന് പറയും, മൂസ്, ചോക്ലേറ്റ് മൂസ്. ഇതിന് നമ്മൾ സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കും, എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യും. ഓന് കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്കൊന്ന് ടേസ്റ്റിൽ വെറുതെ നിർത്തിക്കാം അല്ലേ? അപ്പോൾ സ്ട്രോബെറി കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ. ഇത് കട്ട് ചെയ്യുന്നത് ഹെഡ് ആദ്യം ഒഴിവാക്കാം. അതെ അതന്നെ, അതിന് ഹെഡ് എന്നാ പറയല്.
നമുക്ക് ആംഗിൾ കട്ടിങ് കേട്ടോ. ഒരു കാര്യം എന്തിനു വെറുതെ എന്നെ ഷൂത്തിൽ കൊണ്ടുവരുന്നേ? എന്ത്? അത് ശരി, ഞാൻ കൊണ്ടുവന്നെയാ? ഞാൻ കുത്തിയല്ലേ. ആ ആയിക്കോട്ടെ. അതിനെന്താ? ഞാൻ ടേസ്റ്റ് ചെയ്യൂല, അത് ഉറപ്പാ. ആണോ? എന്നാ ടേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ടേസ്റ്റ് ചെയ്യൂ അല്ലേ? നടക്കാം. അപ്പോൾ ഇത് വെക്കട്ടെ. യെസ്, ഞാൻ വെക്കട്ടെ. നടക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ട് വെക്കുന്നതാണ്. അങ്ങനെ അതിന് വലിയ ഒരു ആർട്ടൊന്നും വേണ്ട. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് അല്ല സ്ട്രോബെറിൻ്റെ പിന്നെ എന്താ പറയുക ജാം ആക്കിയിട്ട് വേണമെങ്കിൽ ടോപ്പിലേക്ക് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ മധുരം ഇല്ലാത്ത ഒരു മൂസ്, കുക്ക് ചെയ്യാത്ത മൂസ് എങ്ങനെ കഴിക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ ചെയ്ത റെസിപ്പിയാണ്. ഈസി, കുക്കിംഗ് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് പിന്നെ ഈസി ആയിട്ട് എങ്ങനെ ഷൈൻ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനിൽ എന്നാൽ ഇത് വെക്കുക ചെയ്ത് കൊടുത്ത റെസിപ്പി കേട്ടോ. ഇനി ഇത് ഫോട്ടോ എടുക്കാം, അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴിക്കാം. അപ്പോൾ അനുഷു ഇത് കഴിക്കാം. ഞാനായിക്കോല്ലേ? എന്നാൽ അബ്ബ മാത്രം കഴിക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കട്ടെ. ഇതാ പെർഫെക്റ്റ് ചേട്ടാ, പെർഫെക്റ്റ്. എടുക്കേ അപ്പോൾ ഒന്ന് ക്യാമറയിൽ കാണിച്ചു നോക്കാം. എടുക്കേ ആ എയർ ബബിൾ ഇതാ, നിങ്ങളൊന്ന് ക്യാമറയിൽ ഇത് ശരിക്കും സൂക്ഷിച്ച് നോക്കാം. ഇത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് ഈ എയർ ബബിൾ കണ്ടാ, ആ എയർ ബബിൾ ഉള്ളിൽ നന്നായിട്ട് എയർ ബബിൾ വന്നാലേ നമ്മളതിനെ മൂസ് എന്ന് പറയാൻ പറ്റുള്ളൂ. എയർ ബബിൾ ഇല്ലെങ്കിൽ ശരിക്കും അതൊരു പെർഫെക്റ്റ് മൂസല്ല. അപ്പോൾ ഇത് പെർഫെക്റ്റ് മൂസാകാൻ കാരണം നമ്മൾ ആ മിക്സിങ് മെത്തേഡ്സും അതിൻ്റെ ബീറ്റിങ് ഒന്നും, ഇത് കുക്കിംഗ് ഒന്നും വന്നിട്ടില്ലല്ലോ, ഓവണിലൊന്നും വന്നിട്ടില്ലല്ലോ കുക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ? ഇനി ഇത് കഴിച്ചു നോക്കട്ടെ. അടിപൊളി മൂസ്. ഓ, ഞാൻ ദേശത്തിൽ മുമ്പ് ഒരു ഓറഞ്ചിൻ്റെ ഒരു മൂസ് ഉണ്ടാക്കിന്. ഓറഞ്ച് ഇതിൽ ചോക്ലേറ്റ് മൂസ് എങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്, ഓറഞ്ച് ജസ്റ്റ് കൊണ്ടുള്ള ചെറിയ ഫ്ലേവേഴ്സ്. അന്നേരം ടെക്സ്ചർ കണ്ടിട്ട് അന്നേരം നമ്മളെ ജഡ്ജസ് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് തന്നൊരു സംഗതിയായിരുന്നു. എന്നുവെച്ചാൽ മൂസിൻ്റെ ടെക്സ്ചർ അവർ പക്ക പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഈ ടെക്സ്ചർ കണ്ടപ്പോൾ എനിക്ക് ആ ഓർമ്മ വന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിൽ ആ ഓറഞ്ച് മിക്സ് എന്താ പറയുക ഇല്ല, അതിന് പകരം സ്ട്രോബെറി ജസ്റ്റ് ഒരു ഫ്ലേവറിനിട്ടു. ഞാൻ ഒന്നും കൂടെ കഴിക്കട്ടെ. വേണം ചെറിയ ചെറുങ്ങനെ കഴിച്ചോ? വേണ്ടേ? അതെന്തേ കഴിച്ചാൽ പിന്നെ വേണമെന്ന് പറയും. എന്താ പറയുക, ഇവനും വല്ല ചോക്ലേറ്റിൻ്റെ ഫാനല്ല, മിഠായിൻ്റെ ഫാനാണ്. ചോക്ലേറ്റിൻ്റെ വല്ല ഫാനല്ല, അതുപോലെ തന്നെ ചീസിൻ്റെ വല്ല ഫാനല്ല. പിസയിലുള്ള ചീസ് തിന്നു. പിന്നെ വേറെ ചീസ് തിന്നു. ഇതറിയോ? ബ്രെഡും ഉള്ളിയും ചീസും. ആ സാധനം തിന്നു. അപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ. പൊളി പൊളി. അപ്പോൾ പുളിയല്ല, പൊളി, അടിപൊളി സാധനം. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത എപ്പിസോഡ് കാണും. അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഒരു ദോശയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിരിക്കാം. എന്തായാലും റംദാൻ വരാൻ പോകുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറേ സ്നാക്സ് റെസിപ്പിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് ടാറ്റ ബൈ ബൈ പറയില്ല. ഫ്ലൈങ് കിസ് കൊടു. ഇല്ല, ഒന്ന് അബ്ബ കൊടുക്കണേ.